Meet the editors. ചർച്ച പുരോഗമനപരമോ എന്നാണ് ചോദ്യം. സുജയിൽ തുടങ്ങാം. സുജയ, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വിശ്വാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി. ഇന്നിപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിൽ ആദ്യം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു ഈ ചില ക്ഷേത്രങ്ങളിലെങ്കിലും മേൽവസ്ത്രം അഴിക്കണം എന്ന് പറയുന്നത് ഒരു അന്ധാചാരമാണ് എന്നാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം പല വാക്കുകളും പറയുന്നുണ്ട്. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ശാസ്ത്രമാകാം എന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അതിനെ ആ വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്ന് തോന്നുന്നു ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ വലിയ ചർച്ചയായിട്ട് വരികയാണ്. വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാകുന്നു. ഈ ചർച്ച പുരോഗമനപരമാണ്. ചർച്ച പുരോഗമനപരമാണ്. കാരണം എല്ലാ വിഷയത്തിലും ചർച്ച നടക്കുമ്പോഴാണല്ലോ അത് എന്തിനാണ് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് ആ ചർച്ച നടക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തിലൂടെ എന്താണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത് എന്നുള്ളതും വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന മേൽമുണ്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്. ഷർട്ട് ഊരിയതിനു ശേഷം ഷർട്ടില്ലാതെ ക്ഷേത്രങ്ങളിൽ കയറുന്ന ആളുകളെയാണ് ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും കാണുന്നത്. എവിടെയെങ്കിലും അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന തരത്തിൽ ഷർട്ടിട്ടില്ല അല്ലെങ്കിൽ ഷർട്ടിടാതെ ആണ് കയറേണ്ടത് എന്നുള്ളത് സ്വയം ഏറ്റെടുക്കുന്ന ആളുകളെയാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കാണാറുള്ളത്. അല്ലാതെ ഒരാൾ അവിടെ നിന്നുകൊണ്ട് വടിയും പിടിച്ച് നിന്ന് ഷർട്ടൂര് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ കഴിയൂ എന്നതൊരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ്. ക്ഷേത്രത്തിൽ പോയി ആരാധിക്കാനായി ഒരു വ്യക്തി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനയ്ക്കായി അകത്തേക്ക് കയറുന്നു. അങ്ങനെയാണെങ്കിൽ കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകാം. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചർച്ച നടത്താമല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതും പറഞ്ഞാലും ഞാൻ അതിശയിക്കുന്നില്ല. കാരണം വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് ചോദിച്ച ഒരാളിൽ നിന്ന് ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പുരോഗമനപരമായ ചർച്ച ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ഇതേ തരത്തിൽ തയ്യാറാകുമ്പോഴാണ് പുരോഗമനപരമായ ചർച്ചയായി ഇത് മാറാൻ പോകുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണല്ലോ ചർച്ച തുടങ്ങാൻ പോകുന്നത്. 1252 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം കൃത്യമായി അവിടെ ആരാധന നടത്തുന്നതിനും അതിനൊക്കെയുള്ള ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നതിനും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടാണ് ഈ വിവാദത്തിന്മേൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന്മേൽ ചർച്ചയിൽ ഏർപ്പെടുന്നതെങ്കിൽ നന്നായിരിക്കും. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാർക്ക് എല്ലാം കൃത്യമായി അവർക്ക് കാശ് കൊടുക്കുകയും അതൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കൃത്യമായി പണം കിട്ടുന്നുണ്ട്. ജീവനക്കാർക്കെല്ലാം കൃത്യമായി ശമ്പളം ഉറപ്പാക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് വളരെ പുരോഗമനപരം എന്ന് പറയാം. ഇത് കുറേ കാലമായി ഇപ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന പരാമർശങ്ങൾ, അതിനുശേഷം ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് അതൊക്കെ വളരെ നിഷ്കളങ്കമായി ചെയ്യുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വിശാല മനസ്സോടെ ഏകീകരണ തീരുമാനത്തിൽ എത്തുന്നതിനായിട്ടുള്ള ഒരു ചർച്ച എന്നൊക്കെയാണ് പറയുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയ കാര്യത്തിലും ആദ്യമെടുത്ത നിലപാടിൽ നിന്ന് രാത്രിയുടെ മറവിലായാൽ പോലും അവിടെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് പറഞ്ഞത് നടപ്പാക്കുന്ന ഒരു നിർബന്ധ ബുദ്ധി പിന്നീട് എങ്ങനെയാണ് CPIM തിരിച്ചടിയായത് എന്നുള്ളത് അവർ കണ്ടതാണ്. എങ്ങനെയാണ് പിന്നീട് പോയി വിശദീകരണങ്ങൾ നടത്തേണ്ടി വന്നത്, വീട് കയറി വിശദീകരിക്കേണ്ടി വന്നത് എന്നുള്ളത് അന്നത്തെ പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞതാണ്. നടന്നിട്ട് 5 വർഷമേ ആയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അവിടെ ആ വേദിയിൽ നമ്മൾ ചില കാര്യങ്ങളെ ചില പ്രതികരണങ്ങൾ നമ്മൾ നിർബന്ധമായും നടത്തേണ്ടതുണ്ട്, ചില പ്രതികരണങ്ങൾ ആലോചിച്ച് നടത്തേണ്ടതുണ്ട്. ഇത് മുഖ്യമന്ത്രി വലിയ ആലോചിച്ച് പറഞ്ഞ ഒരു മറുപടിയായി ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ചർച്ചകൾ നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉപചോദ്യം വരുമ്പോഴും അദ്ദേഹം പറയുന്നത് ചർച്ചകൾ നടക്കട്ടെ എന്നാണ്. അപ്പോൾ വേണ്ടത്ര ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു തീരുമാനമാണെങ്കിൽ അതെൻ്റെ അഭിപ്രായമാണ്, അങ്ങനെയാണ് എന്നായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയും. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് ചിരിച്ച് ഉഴപ്പി ആ ഉത്തരം പറയുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഇതിലൊരു ചർച്ചയങ്ങ് നടന്നോട്ടെ എന്ന് മുഖ്യമന്ത്രി വെക്കുന്നതല്ലാതെ അദ്ദേഹം വലിയ സീരിയസ് ആയി പറഞ്ഞൊരു അഭിപ്രായമായി ഞാൻ അതിനെ കാണുന്നുമില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് അല്ലെങ്കിൽ പെരുമാറേണ്ടത് ആരാണ്? ഇപ്പോൾ നമ്മൾ 3 പേരിൽ ഒരാൾക്ക് വിശ്വാസത്തോടെ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി പോകുന്നയാളുണ്ടാകാം, ഒരാൾ വല്ലപ്പോഴും പോകുന്നയാളുണ്ടാകാം, ഒരാൾ പോകാത്തയാളുണ്ടാകാം. അത് 3 പേരും ഹിന്ദുമത വിശ്വാസികളാണ്. അതുപോലെ തന്നെയാണ് ഒരു മതത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ അതിലെ എല്ലാ വിശ്വാസങ്ങളും അതേപടി ചെയ്യുന്നവരുണ്ടാകില്ല. സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് കൂടുതലായി പറയുന്ന ആളുകൾ ഉണ്ടാകാം. അതേസമയം സ്വന്തം വിശ്വാസം തന്നെ അതിൽ തന്നെയായിരിക്കും തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുണ്ടാകാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വമാണ് നമ്മൾ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും കാര്യത്തിലൊക്കെ കാണേണ്ടത്. പിന്നെ ശാസ്ത്രയുക്തിക്കനുസരിച്ച് മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള യുക്തി മാത്രമേ താൻ പിൻപറ്റുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇതേ രീതിയിൽ തന്നെ വേണം എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്താൻ. ഇവിടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ കേവലം ഒരു മതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്നു എന്നുള്ളതാണ്. സനാതനധർമ്മത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോഴത്തെ ഈ ഷർട്ടിട്ട് കയറുന്നതിനെക്കുറിച്ചായാലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഏത് സ്ഥലത്തായാലും അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ
ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും ജൈനനായാലും പാഴ്സി ആയാലും എന്താണോ അവനവൻ്റെ വിശ്വാസം ആ രീതിയിൽ ആ വ്യക്തിയാണ് തീരുമാനമെടുക്കേണ്ടത്. അത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ധ്വനി കൊണ്ടുവരുന്നത് ശരിയല്ല. ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ കുളിക്കണം എന്നുള്ളത് ക്ഷേത്രത്തിൽ നിന്ന് മാനേജർ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ നമ്മൾ കുളിച്ചിട്ട് പോകുന്നത്. വൃത്തിയായി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ, ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. അത് നമ്മൾ കോൺഷ്യസ്ലി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് പോകേണ്ടത്. ഇതിപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ കാലത്തെ പോലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാക്കി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണോ, അങ്ങനെ ഒരു നവോത്ഥാന നായകനാകാനായിട്ടുള്ള ഒരു പരിശ്രമമാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. പ്രായോഗികമായി ഇക്കാര്യം നടപ്പാക്കുന്നതിനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാവരുമായി കൂടിയാലോചന നടത്തി സമവായത്തിലെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അംഗം അജികുമാറിൻ്റെ പ്രതികരണമായി ഞാൻ കണ്ടത്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 1252 ക്ഷേത്രങ്ങളിലെയും എല്ലാവരും ഒരേ അഭിപ്രായത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ടായാൽ മാത്രമേ നമുക്കിത് നടപ്പാക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. കാരണം ചിട്ടവട്ടങ്ങളിൽ പ്രത്യേകിച്ചും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തന്നെ എന്തൊക്കെ തരത്തിലാണ് പ്രതിഷേധങ്ങൾ ഉയർന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങളിന്മേൽ ആദ്യഘട്ടത്തിലെടുത്ത അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് ഇതേ സർക്കാരിനും ഇതേ മുഖ്യമന്ത്രിക്കും പിന്നോട്ട് പോകേണ്ടി വന്നത് നമ്മൾ അധികം പിന്നിലല്ലാത്ത ഒരു ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. കേവലം 5 വർഷമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 6 വർഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സമാനമായ രീതിയിൽ ഈ വിഷയത്തിലും ഞാൻ പറഞ്ഞത് എല്ലാവരും ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉഴപ്പിവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രിയും എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ശ്രീനാരായണീയ സമൂഹം ഇതിൽ എന്താണ് എടുക്കുന്ന നിലപാട് എന്നതുകൂടി അറിയണം. കാരണം ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡന്റാണ് സ്വാമി സച്ചിദാനന്ദ. അദ്ദേഹം നടത്തിയ കമൻറ്റിൽ ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിൽ അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രാചാരങ്ങളിലെ പോരായ്മയെക്കുറിച്ചാണ്. അപ്പോൾ ശ്രീനാരായണീയരുടെ മുഴുവൻ അഭിപ്രായം ഇതാണോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. അതിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിയ ഈ പരാമർശത്തിൽ ശ്രീനാരായണ ക്ഷേത്രങ്ങൾ, അതായത് ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ മാത്രമല്ല മറ്റ് ആരാധനാലയങ്ങളും ഈ നിർദ്ദേശം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞ എക്സാക്ട് വേർഡിംഗ്. ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ ഷർട്ടൂരി കയറണം അങ്ങനെയുള്ള നിബന്ധന നിലനിൽക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ അങ്ങനെ ഷർട്ടിടാതെ നടക്കുന്ന അവിടുത്തെ സന്യാസിമാരെ അടക്കം നമുക്കറിയാം, അവരൊന്നും ഷർട്ടിട്ടല്ല നടക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും തുല്യതയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരിപ്പോൾ അഭിപ്രായം പറഞ്ഞ ആളുകൾ തന്നെ ആ തുല്യത നടപ്പാക്കി തുടങ്ങുകയാണ് വേണ്ടത്. അതിനുശേഷമാണ് മറ്റ് ആരാധനാലയങ്ങളിൽ അവർക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് നോക്കേണ്ടത്. ഈ മേൽവസ്ത്രം അഴിച്ചു കയറണം അല്ലെങ്കിൽ മേൽവസ്ത്രം ഇട്ടു കയറണം എന്നൊക്കെയുള്ള നിബന്ധന ഓരോരുത്തരും വിശ്വാസിയായ ഒരു വ്യക്തി സ്വയം എടുക്കുന്ന തീരുമാനങ്ങളാണ്, ചോയ്സാണ്. നിങ്ങൾക്ക് ഷർട്ടിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ പോകാതിരിക്കാം. അതിനുള്ള ചോയ്സും നിങ്ങൾക്കുണ്ട്. അതായത് ഏത് സ്ഥലത്തേക്കാണോ നമ്മൾ പോകുന്നത് ആ സ്ഥലത്തെ നിബന്ധന അനുസരിച്ചാണല്ലോ നമ്മളിപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലായാലും എന്താണോ അവിടുത്തെ ചിട്ടവട്ടം അത് നോക്കിയാണ് നമ്മൾ അവിടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ആ ചോയ്സ് നമുക്കുള്ള സ്ഥിതിക്ക് നമ്മുടേതായ ചോയ്സുകൾ അവിടേക്ക് അടിച്ചേൽപ്പിക്കാതെ ഏത് സ്ഥാപനത്തെയും ഏത് ആചാരത്തെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മേൽവസ്ത്രത്തെ പറ്റിയുള്ള ഈ ഒരു ചർച്ച തന്നെ ഒരു അനാവശ്യ ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പുരോഗമനപരമായ ഒരു ചർച്ച നടക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ആ പുരോഗമനം കേവലം ഒരു വിശ്വാസത്തിൽ മാത്രം ഒതുക്കരുത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള എൻ്റെ റിക്വസ്റ്റ്. മേൽവസ്ത്രം ഒഴിവാക്കണം ക്ഷേത്രങ്ങളിൽ പുരുഷഭക്തന്മാർ ദർശനം നടത്തുമ്പോൾ എന്നുള്ള നിബന്ധന അത് ചർച്ച ചെയ്യേണ്ടതാണോ എന്നതാണ് ചോദ്യം. ആ ചർച്ച പുരോഗമനപരമാണോ? ചർച്ച പുരോഗമനപരം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കാലത്ത് നമ്മൾ ആചാരമാണ് എന്ന് കരുതുന്നത് അനാചാരമാണെന്ന് തിരിച്ചറിയാനൊരു സമയമെടുക്കും. ആ സമയമെടുക്കുന്നു. മാത്രമല്ല ഇതിപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഒരു കീഴ്വഴക്കം നടന്നു വന്നിരുന്ന ഒരു കീഴ്വഴക്കം മാറ്റേണ്ടതുണ്ടോ എന്നൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ച ചർച്ചയുമല്ല. അതാദ്യം പറഞ്ഞിരിക്കുന്നത് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ്. സമ്മേളനത്തിൽ ആദ്യം അതിനെപ്പറ്റി പ്രതികരിച്ച് അതിനെ ശരിവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിന്നീട് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ഈ ചർച്ച കുറച്ച് മുമ്പ് തന്നെ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ സന്യാസി കൂട്ടായ്മ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തുകയും പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ചിദാനന്ദ സ്വാമിയാണ് അതിൻ്റെ അധ്യക്ഷൻ. അതിൽ ഈ ചർച്ച വരുന്നത് ഷർട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പള്ളികളിൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ പള്ളികളിലേക്ക് വരുന്നത്, ഇവിടെയല്ല വിദേശ രാജ്യങ്ങളിൽ പള്ളികളിലേക്ക് വിശ്വാസികൾ വരുന്നില്ല എന്നുള്ളൊരു വലിയ വിഷമം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം പുതിയ ജനറേഷൻ ആകുമ്പോഴേക്കും പള്ളികളിൽ നിന്ന് അകലം കൂടുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറ ഈ ഷർട്ട് ഊരിയിട്ടൊക്കെ കയറണം എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് വരാൻ വിമുഖത കാണിക്കുന്നുണ്ടോ എന്നൊരു ചർച്ച അവിടെ നടക്കുകയും അങ്ങനെയെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ കൂടുതൽ വിശ്വാസപരമായി ഇങ്ങനൊരു തടസ്സമാണെങ്കിൽ ആ തടസ്സം ഒഴിവാക്കാൻ ഇതൊരു കാര്യം ചെയ്യേണ്ടതല്ലേ
കാര്യമല്ലേ എന്ന ഒരു കാര്യമായി ഇത് ചർച്ച വരികയും ചെയ്തു. അതിനെ നല്ല രീതിയിൽ ആ സന്യാസി കൂട്ടായ്മ അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സന്യാസി കൂട്ടായ്മ തീരുമാനിച്ചതുകൊണ്ട് അതൊരു തീരുമാനമായി വരുന്നില്ല. കാരണം ഇത് തന്ത്രി തീരുമാനിക്കേണ്ടതാണ്. തന്ത്രികളുടെ തീരുമാനം, അവരാണ് അന്തിമമായ തീരുമാനമെടുക്കുക. അത് കാരണം ദേവനെ പ്രതിഷ്ഠിക്കുന്ന തന്ത്രിയാണ്. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് കാര്യങ്ങൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അന്തിമ വാക്ക് എന്ന് പറയുന്ന തന്ത്രിയാണ്. ഒരു കാലത്ത് ബ്രാഹ്മണർ മാത്രം ക്ഷേത്രങ്ങളിൽ പോകുന്ന കാലമായിരുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഒരു വിപ്ലവം ഉണ്ടാകുന്നു, ഒരു സമരം ഉണ്ടാകുന്നു, ക്ഷേത്രപ്രവേശനം നടക്കുന്നു. പിന്നെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാറുമറയ്ക്കുന്നതിലേക്ക് എങ്ങനെ വന്നു എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യമാണെങ്കിൽ തന്നെ ഈ ബ്രാഹ്മണർ പൂജാരികളാകുന്ന ഘട്ടത്തിൽ രാജാവ് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പൂജാരികൾ മേൽമുണ്ട് ഊരി ഒന്ന് അരയിൽ കെട്ടും, അങ്ങനെ ഉപചാരം കാണിക്കുന്നു. അതായിരുന്നു ഒരു പതിവ്. അതാണ് മേൽമുണ്ടാണ് അന്നത്തെ കാലത്ത്. പിന്നെയാണെന്നുള്ള ഷർട്ടായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എതിർക്കുന്നവർ പറയുന്നൊരു കാര്യമാണ്, താന്ത്രിക വിദ്യയിൽ ഷർട്ട് ധരിക്കുന്നതിന് എന്തെങ്കിലും വിലക്കുണ്ടോ, ഷർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെയൊന്നും അവിടെ കാണുന്നില്ല എന്ന് പറയുന്നു. ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശുദ്ധി ഉണ്ടാകണമെന്ന് പറയുന്നല്ലോ, അത് പഞ്ചശുദ്ധിയാണ് പറയുന്നത്. അതെന്തൊക്കെയാണ്? വസ്ത്രശുദ്ധി വേണം, മനഃശുദ്ധി വേണം, ശരീരശുദ്ധി വേണം, ആത്മശുദ്ധി വേണം, വാക്ശുദ്ധി വേണം. അപ്പോൾ മുഷിഞ്ഞ വസ്ത്രവുമായി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല. നല്ല മനസ്സോടുകൂടി പോകണം, ഭക്തിയോടുകൂടി പോകണം, ശരീരശുദ്ധി ഉണ്ടാകണം. കുളിച്ചിട്ടാണ്, വിശ്വാസമുള്ളവരാണല്ലോ ക്ഷേത്രത്തിൽ പോകുന്നത്. വിശ്വാസികൾ എന്തായാലും കുളിച്ചിട്ടേ പോവുകയുള്ളൂ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഷർട്ട് എന്നുള്ളത് ഇതിലൊക്കെ ഈ പഞ്ചശുദ്ധിയിലെങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യം അവിടെ വരുന്നു. ഇനി ദേവൻ്റെ ചൈതന്യം ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ എന്നൊരു വാദം അവിടെ നിൽക്കുന്നു. ഷർട്ടൂരിയാൽ ദേവൻ്റെ ചൈതന്യം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ദേവൻ്റെ ചൈതന്യം കിട്ടുകയില്ലേ? ഭക്തരായ സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആ ചൈതന്യം കിട്ടുകയില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനി നോക്കൂ, നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഷർട്ട് ഊരുന്നില്ല, അവിടെ പാൻറ് ഇട്ടിട്ടാണ്. അവിടുത്തെ ക്ഷേത്രങ്ങളിലെ രീതിയും ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ രീതിയും വ്യത്യസ്തമുണ്ടെന്ന് പറയുന്നത്. അവിടെ താന്ത്രിക വിദ്യയല്ല, അവിടെ വൈദിക സമ്പ്രദായമാണ്, മന്ത്രങ്ങൾ മാത്രമാണ്. ഇവിടെ മറ്റൊരു രീതിയാണ്, ഇവിടെ മുദ്രകൾ കൂടിയുണ്ട് എന്നുള്ള ഒരു ന്യായം പറയുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ ഈ ചർച്ച ഇങ്ങനെ തന്നെ പുരോഗമിക്കട്ടെ എന്നുള്ളതാണ്. ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ നമ്മൾ നോക്കൂ, പല ഘട്ടങ്ങളായി പറയുന്നു, ഒരു നല്ല വിശ്വാസിയായ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നുള്ളത് ഇവിടുത്തെ വിശ്വാസികൾ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു തടസ്സമുണ്ടായിരിക്കുന്നു. ആ തടസ്സമുണ്ടായതുകൊണ്ട് യേശുദാസ് പോലും ആ ചർച്ച വേണ്ട എന്ന് പറയുന്നു. പക്ഷേ അവിടെ മുഴങ്ങി കേൾക്കുന്ന യേശുദാസിൻ്റെ പാട്ടുകളാണ്. അപ്പോൾ എത്ര കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ ചർച്ച നല്ല രീതിയിൽ പുരോഗമിക്കുക, ഷർട്ട് വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ച വിശ്വാസികൾക്കകത്ത് തന്നെ ചർച്ച ചെയ്യുക. ഇതൊരു കീഴ്വഴക്കമാണെങ്കിൽ ആ കീഴ്വഴക്കം മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, പ്രധാനപ്പെട്ട വലിയ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് അടക്കം ഭക്തർ വരുന്ന പല ക്ഷേത്രങ്ങളിലും പാൻറ് ധരിച്ചെത്തുന്ന വിശ്വാസികൾ അവിടെ എത്തുമ്പോൾ അവർ വാടകയ്ക്ക് മുണ്ട് കൊടുക്കുന്നുണ്ട്. ആ മുണ്ട് പാൻറ്റിൻ്റെ മേലെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണത്? പാൻറ്റിൻ്റെ മൂലം മുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ മുണ്ട് ധരിച്ചിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് പറയുമ്പോൾ അത് പാൻറ് ശരിക്കും കാണാമെന്നേ, മുണ്ട് എന്തെങ്കിലും രൂപത്തിൽ അവർക്ക് മുണ്ട് ധരിക്കാൻ അറിയില്ല, അങ്ങനെയാണ് അവിടേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ കാലത്ത് ഓരോ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നോക്കൂ, പല ക്ഷേത്രങ്ങളിലും ചുരിദാർ ധരിച്ച് പ്രവേശനം ഉണ്ടായിരുന്നില്ല ആദ്യം. ഇപ്പോൾ ഒരുവിധം അതൊക്കെ മാറി. സാരി ധരിച്ച് പോകാൻ പറ്റും, അല്ലെങ്കിൽ പാവാട ധരിച്ച് പോകണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ ചുരിദാർ ധരിച്ചാണ് മിക്ക ക്ഷേത്രങ്ങളിലും. ഇപ്പോൾ ഗുരുവായൂരും ചുരിദാറൊക്കെ ധരിച്ച് പോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിലൊന്നും തടസ്സമില്ല. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ വേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറുന്നു. അതിൽ പുരുഷനെ സംബന്ധിച്ച് പുരുഷൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് ഷർട്ട് ഇടാത്തതാണോ ധൃതി? ഒരു മുഷിഞ്ഞ മുണ്ടെടുത്ത് പോയിക്കൂടെ അങ്ങനെയാണെങ്കിൽ? നമുക്കറിയാൻ പറ്റും മുഷിഞ്ഞതാണോ വൃത്തിയുള്ളത്. ആ വൃത്തി എന്ന് ശുദ്ധി എന്ന് പറയുന്നതിൽ ഷർട്ടിൽ മാത്രമല്ല നിൽക്കുന്നത്. അപ്പോൾ അത് ഈ വേദങ്ങളിലും കാണാനില്ല, ഈ താന്ത്രിക വിദ്യയിൽ ഇവരുടെ പുസ്തകങ്ങളിലും കാണാനില്ല എന്ന് അതിനെ എതിർക്കുന്നവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തന്ത്രിമാർ അതിനെ എതിർക്കുമ്പോൾ ദേവൻ്റെ പിതാവ് തന്ത്രിയാണെന്നാണല്ലോ സങ്കല്പം. തന്ത്രിമാർ തീരുമാനിക്കണം. അപ്പോൾ തന്ത്രിമാർ അതിൽ ഒരു കൃത്യമായ നിലപാട് എടുക്കേണ്ടതാണ്. കടുംപിടുത്തം മാറ്റിക്കൊണ്ട് ഇത് ഒരു കീഴ്വഴക്കമാണെന്നും ആ കീഴ്വഴക്കം മാറ്റേണ്ടതുണ്ട് എന്നുള്ള പുരോഗമനപരമായ ചർച്ച അവിടെ നടക്കേണ്ടതുണ്ട്. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ചർച്ചയും അവിടെ നടന്നിരുന്നു. ആ സനാതന ധർമ്മം എന്നുള്ളത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. കാലകാലങ്ങളിൽ നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് മുഖ്യമന്ത്രി ഒന്നുകൂടി എടുത്തു പറഞ്ഞിരുന്നു ആ ചർച്ചയിൽ. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്തിനൊക്കെയാണോ തള്ളി മുന്നോട്ട് വന്നത് അതിലേക്ക് തന്നെ ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കമ്മ്യൂണിസ്റ്റ് ആക്കാനാണോ ശ്രമം എന്നുള്ള ചർച്ച നടക്കുന്നു. ഇപ്പോൾ ഇന്ന് കെ സുധാകരൻ പിണറായി വിജയൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് പ്രതികരിക്കുന്നു. വി.ഡി. സതീശൻ അത് സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ പ്രതികരിക്കുന്നു. അപ്പോൾ ഈ ചർച്ചകൾ നടക്കട്ടെ. ഓരോരുത്തരുടെയും ഉള്ളിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ള ചർച്ചകൾ നടക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അതിന് ഞാൻ സുജിയോട് യോജിക്കുകയാണ്. പക്ഷേ അത് ഞങ്ങൾ ഹിന്ദുക്കൾ ചർച്ച ചെയ്തോളും എന്ന രൂപത്തിലല്ല. ഹിന്ദുക്കൾ തന്നെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അത് ഹിന്ദുക്കൾക്ക് പുറത്തുള്ള മറ്റാരെങ്കിലും അല്ല പറയുന്നത്.
ഇതിനകത്ത് ചർച്ച നടക്കുകയാണ്. ഇതിൽ സന്യാസി വര്യന്മാരുടെ കൂട്ടായ്മ നടത്തിയ പ്രമേയത്തിൽ പറയുന്നു ഷർട്ട് അനുവദിക്കണമെന്ന്. തന്ത്രിമാരാണ് അക്കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കുന്നത്. അപ്പോൾ അതിൽ അവർ രണ്ടു കൂട്ടരും കൂടി ഇരുന്നുള്ള ഒരു ചർച്ച അനിവാര്യമാണെന്ന് തോന്നുന്നു. കീഴ്വഴക്കം അതാത് കാലത്ത് കൂടുതൽ വിശ്വാസികളെ ക്ഷേത്രത്തിൽ എത്തിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്കൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ആ നിലയ്ക്ക് കാണണമെന്നുള്ളതാണ്. അത് ഇപ്പോൾ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന കുത്തിത്തിരിപ്പുകൾ ഞാൻ പറയും, ആ കുത്തിത്തിരിപ്പുകൾ പോലെ ആക്കാൻ ഈ വിഷയം കൊണ്ട് സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പുരോഗമനപരമായ ഒരു ചർച്ചയ്ക്കാണ് എന്തായാലും ഇത്തവണത്തെ ശിവഗിരി 92ാമത്തെ തീർത്ഥാടന കാലം സാക്ഷ്യം വഹിക്കുന്നത് എന്നതാണ് ഏറെ ആശാവഹമായൊരു കാര്യം. അത് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ശിവഗിരി തീർത്ഥാടന വേദിയിൽ വെച്ചു തന്നെ കോൺഗ്രസിൻ്റെയും ഒപ്പം ഇടതുപക്ഷത്തിൻ്റെയും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെടുത്ത നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. KPCC പ്രസിഡന്റ് K. സുധാകരൻ ഇന്ന് പറഞ്ഞത് സനാതനധർമ്മത്തിൻ്റെ പേരിൽ ചാതുർവർണ്ണത്തിലേക്ക് ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് കെട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ചരിത്രമടക്കം പറഞ്ഞുകൊണ്ടാണ് KPCC പ്രസിഡന്റ് അതിനെ വിമർശിക്കുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനെ പിന്തുടർന്നുകൊണ്ട് ഈ സനാതനധർമ്മം എന്നുള്ളത് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവുമായി ചേർന്നു പോകുന്നതല്ല എന്നത് സ്ഥാപിക്കുകയും ചെയ്തു. അത്തരം ചർച്ചകൾ നമ്മുടെ മുന്നിൽ വേണം. കാരണം എങ്ങനെയാണ് SNDP എന്ന് പറയുന്ന ഒരു സമുദായത്തെ ഒരു വോട്ട് ബാങ്കായി BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, BJP എങ്ങനെയാണ് സനാതനധർമ്മത്തിൻ്റെ പൊളിറ്റിക്കൽ എൻകാഷ്മെൻറ്റ് നടത്തുന്നത് എന്നത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് വി മുരളീധരൻ ഒരു റിയാക്ഷനുമായിട്ട് വരുന്നത്. ഇത് വി മുരളീധരനാണ് സനാതനധർമ്മ അപ്പോസ്തലനാണ് ശ്രീനാരായണ ഗുരു എന്ന നിലയിലുള്ള പ്രചരണം കൊണ്ടുവരുന്നത്. അതിനെയാണ് യഥാർത്ഥത്തിൽ അതേ വേദിയിൽ വെച്ച് തന്നെ തീർത്ഥാടന വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി വിമർശിക്കുന്നതും. അതുകൊണ്ട് ഇത് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് തന്നെ കാണണം. സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മേൽമുണ്ട് വിവാദവും വരുന്നത് എന്നുള്ളതാണ് ലോജിക്കലി നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുക. അതാണ് സച്ചിദാനന്ദ സ്വാമി പറയുന്നത്. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് പറയുന്നതിൻ്റെ കാരണം ഏതർത്ഥത്തിലാണ് നിങ്ങൾ പുരുഷഭക്തന്മാർ ചില ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ ഈ മേൽവസ്ത്രം ധരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത്? അതിനൊരൊറ്റ കാരണമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വളരെ ലോജിക്കലായ ചോദ്യമാണ്. അതും ഒരു സന്യാസ ശ്രേഷ്ഠൻ ഇത്തരം ലോജിക്കലായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പുരോഗമന സമൂഹം ആ പറ്റി ആലോചിക്കുകയാണ് വേണ്ടത്. എന്താണ് ആ ചോദ്യം ചോദിച്ചത്? എന്താണ് വസ്ത്രം മാറ്റിയാൽ കാണാൻ കഴിയുന്നത്? വസ്ത്രം മാറ്റിയാൽ ശരീരത്തിൽ ഒരൊറ്റ അടയാളമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അത് സാമൂഹികമായൊരു അടയാളമായിരുന്നു. അത് ജന്മം സിദ്ധമായിട്ട് കിട്ടുന്ന അടയാളവുമായിരുന്നില്ല. ആ സാമൂഹികമായ അടയാളം എന്ന് പറയുന്നത് പൂണൂലായിരുന്നു. അപ്പോൾ പൂണൂലുള്ള വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയണം. അതിനുവേണ്ടി നിങ്ങൾ ഉടുപ്പ് ഊരിക്കണം, ബനിയന് മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷർട്ട് മാത്രമല്ല, ബനിയന് മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരിടത്ത് എന്തുകൊണ്ടാണിതെന്ന് പറഞ്ഞപ്പോൾ ചില ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ചില ആളുകൾ പറഞ്ഞത് ചില ചക്രങ്ങൾ നെഞ്ചിനുള്ളിലുണ്ട്. സ്ത്രീകളുടെ ചക്രങ്ങൾ, ഇപ്പോൾ ആദ്യ ചക്രമോ മറ്റോ അത് നെറ്റിയിലാണുള്ളത്, എന്നാൽ പുരുഷന്മാരുടേത് അങ്ങനെയല്ല, നെഞ്ചിലാണുള്ളത് തുടങ്ങിയ വിദണ്ഡവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊന്നും തന്നെ നോർത്ത് ഇന്ത്യയിൽ ചക്രം കിട്ടുന്നില്ല. മാത്രം ചില ക്ഷേത്രങ്ങളിൽ ഈ ചക്രം വേണ്ടേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ പോയാൽ ഈ ചക്രം വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇനി വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും കേട്ടോ സ്മൃതി. അതങ്ങനെയാണല്ലോ, വ്യാഖ്യാന ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ നിലനിൽപ്പ് എന്ന് തന്നെ പറയുന്നത്. പക്ഷേ പുരോഗമനപരമായി ചിന്തിച്ച് മതത്തെ നവീകരിക്കേണ്ടതുണ്ട് എന്നതാണ് ലോകമെമ്പാടും നമ്മൾ കാണുന്നത്. അതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണ്? ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ ചോദ്യങ്ങളും ചർച്ചകളും കേട്ട് സഹിഷ്ണുതയോടുകൂടി ഇവിടുത്തെ തന്ത്രിവര്യന്മാർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. കാരണം അവരാണ് ഈ ക്ഷേത്രങ്ങളെ പരിചരിക്കുന്നത്. വിശ്വാസ സമൂഹം എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തീർച്ചയായും അവരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മേൽവസ്ത്രത്തിൻ്റെ കൗതുകകരമായ ഒരു കാര്യം? 1921 അന്ന് സ്വദേശാഭിമാനി എഴുതുന്നുണ്ട്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അന്ന് നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയുമായിരുന്നില്ല. ആ നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയാതിരുന്നതിനെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനി എഴുതുന്നുണ്ട്. 1859 രാജവിളംബരത്തിലൂടെ ചാന്നാർ കലാപത്തിന് ശേഷം വലിയ രീതിയിൽ ഈ മേൽമുണ്ട് ധരിക്കാൻ എല്ലാ സ്ത്രീകൾക്കും അനുവാദം കിട്ടുന്ന സാഹചര്യത്തിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നായർ സ്ത്രീകൾ മേൽമുണ്ട് മാറ്റണം. ഒരു ബ്രാഹ്മണ പുരുഷൻ്റെ കണ്ണിൽപ്പെട്ടാൽ ഈ സ്ത്രീകൾ മാറുമറയ്ക്കരുത് എന്ന് പറയുന്ന അത്യന്തം നീചമായ ലജ്ജാകരമായ ഒരു അനാചാരം നിലവിലിരിക്കുന്ന ഒരു കാലമായിരുന്നു. ആ കാലത്ത് ഈ പറഞ്ഞല്ലോ, ഏകദേശം 1/2 നൂറ്റാണ്ട് കാലം രാജവിളംബരം വന്നിട്ട് പോലും സ്ത്രീകൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ മറയ്ക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ മറയ്ക്കാതിരുന്നു. കാര്യം അവർ വിശ്വസിച്ചിരുന്നത് ഇതൊരു വലിയ ആചാരമാണ്, അത് ദൈവകോപം ഉണ്ടാവും എന്നൊക്കെയാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സ്വദേശാഭിമാനി വളരെ വൃത്തിയായിട്ട് അത് എഴുതുകയും അതുപോലെ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതേപോലെ ഒരു ചർച്ച ആ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായി അവിടുത്തെ ഉൽപ്പതിഷ്ണുക്കളായ പുരോഗമനവാദികളായ സ്ത്രീകൾക്കും അതേപോലെ നായർ സമുദായത്തിലെ അംഗങ്ങൾക്കും ഒക്കെ തോന്നി, ഇത് ശരിയാണല്ലോ, ഇത് ഈ ഞങ്ങൾ മാത്രം എന്തിനാണ് ഈ മറയ്ക്കാതിരിക്കുന്നത്?
ആദ്യഘട്ടത്തിൽ ബ്രാഹ്മണ സ്ത്രീകളും മാറുമറയ്ക്കാൻ പാടില്ലെന്നുള്ളതായിരുന്നു. പിന്നീട് ബ്രാഹ്മണ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാമെന്ന നില വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാമെന്ന നില വന്നു. അത് തികച്ചും വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റിലാണ്. അത് പൂണൂല് നോക്കിയായിരുന്നില്ല. അത് പുരുഷാധികാരത്തെ നിങ്ങൾ ഒരു മതാചാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള, രാജാധികാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആചാരത്തിന് തുടർച്ചയാണ്. അവിടെയാണ് മേൽമുണ്ടഴിച്ച് അരയെ കെട്ടണം രാജാവ് വരുമ്പോൾ എന്ന നിലയിലേക്ക് മാറുന്നത്. അവിടെ പുരുഷൻ്റെ ശരീരത്തിൽ ഈ പറയുന്ന നൂലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക, സ്ത്രീയുടെ ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യുക എന്നതായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 1921 ശേഷം അത് മാറി. എല്ലാ നായർ സ്ത്രീകളും വളരെ വൃത്തിയായി മേൽമുണ്ട് ധരിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. പിന്നീട് ആളുകൾക്ക് മനസ്സിലായി സ്ത്രീ സങ്കല്പങ്ങളൊക്കെ മാറി. ആ കാലഘട്ടം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങുന്ന സമയമാണ്. സ്ത്രീകൾ വിമോചിതരാവുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അത്തരം നടപടികളൊന്നും നടപ്പാവില്ല എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ക്ഷേത്രങ്ങളിലേക്ക് വരാതെയാകും എന്നുള്ള ഒരു നിലയിലേക്ക് കൂടി എത്തുമ്പോൾ സ്വാഭാവികമായും അതിന് മാറ്റമുണ്ടാകുന്നു. പക്ഷെ പുരുഷന്മാരുടെ കാര്യത്തിൽ ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലുമുണ്ട്. ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇപ്പോഴും യഥാർത്ഥത്തിൽ എല്ലാ ജാതി വിഭാഗത്തിലും പെട്ടവർക്ക് ഈ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാമെന്നിരിക്കെ ആ ജാതിയുടെ അടയാളമായ പൂണൂലിനെ അടയാളപ്പെടുത്തുന്ന ഒരു ആചാരം ഇപ്പോൾ തുടരേണ്ടതുണ്ടോ? അത് കാലഹരണപ്പെട്ടു പോയി. അതൊരു സാമൂഹികമായ ദുരാചാരമായിരുന്നു. ആ ദുരാചാരം കാലഹരണപ്പെട്ടിട്ടും അതിൻ്റെ സ്മാരകശിലകൾ എന്ന നിലയിൽ ഈ ബനിയനും ഷർട്ടും നിൽക്കുന്നു എന്നുള്ളത് അത്യന്തം അപലപനീയമായ ഒന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത്. അപ്പോൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിന് ആ രീതിയിൽ വളരെ പുരോഗമനപരമായൊരു മൂല്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഷർട്ടും ബനിയനും ഒക്കെ എപ്പോഴാണ് വന്നത്? തന്ത്രവിധിയൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ബനിയൻ ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ 18ാം നൂറ്റാണ്ടിലാണെന്നാണ് എൻ്റെ വിശ്വാസം. തന്ത്രവിധി ഇതൊക്കെ വരുന്നത് അതിന് മുമ്പല്ലേ? ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും വന്നതിന് ശേഷം ഏതെങ്കിലും തന്ത്രവിധി പ്രകാരം ഈ ബനിയനെ കുറിച്ച് ഷർട്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ലുങ്കിയെക്കുറിച്ച് ചില അമ്പലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ലുങ്കി ഉടുത്ത് വരാൻ പാടില്ല. ലുങ്കി എന്താ ഉണ്ടാവുന്നത്? ആദ്യം ഉണ്ടാവുന്നത് വെള്ളം കൊണ്ടാണല്ലോ, അതിനുശേഷമാണ് ലുങ്കി ഉണ്ടാവുന്നത്. ലുങ്കി എന്തുകൊണ്ടാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്? ലുങ്കി ഈ പ്രമാണിമാർ ഉടുക്കുന്ന ഒന്നല്ലെന്നും അത് ഈ കീഴാള വിഭാഗത്തിൻ്റെ വസ്ത്രമാണെന്നും ഒക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനൊരു സങ്കല്പം ഉണ്ടാവുന്നത്. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വരുന്നത് തന്നെ 18ാം നൂറ്റാണ്ടിലാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് മുമ്പ് തന്നെ വന്നിരിക്കുന്ന തന്ത്രവിധി ശാസ്ത്രങ്ങളിൽ ഒന്നും തന്നെ ഈ പറയുന്ന ആചാരത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കാനിടയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് ബ്രാഹ്മണൻ്റെ പൂണൂലുമായി ബന്ധപ്പെട്ട് അത് മറക്കത്തക്ക രീതിയിൽ ഒന്നും നിങ്ങളുടെ ശരീരത്തിടാൻ പാടില്ല എന്നതായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും കാലഹരണപ്പെട്ട ആശയമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, മണിക്കൂറുകളോളം ഒരു അമ്പലത്തിൻ്റെ പുറത്ത് ക്യൂ നിന്നിട്ട് വിയർത്തൊലിച്ച് ഈ ചൂടത്ത് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുമ്പോൾ വളരെ മാന്യമായി വൃത്തിയായി വസ്ത്രമൊക്കെ ധരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളെ അത് അലോസരപ്പെടുത്തും. അത് 2 വരികളാണ്, ചില ക്ഷേത്രങ്ങളിൽ 1 വരിയാണ്. പുരുഷനും സ്ത്രീയും ഒരേപോലെയാണ് പോകുന്നത്. അപ്പോൾ പല സ്ത്രീകളും തന്നെ പറയുന്നുണ്ട്, ഈ വിയർത്തൊട്ടി വരുന്ന ഭക്തരുടെ ശരീരത്തിലേക്ക് പോകുന്ന സമയത്ത്, മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സമയത്ത് അവർക്ക് ദർശനമൊന്നും കിട്ടിയാൽ മതി എന്നതുകൊണ്ട് കാത്തു നിൽക്കുന്നവരാണ്. അങ്ങനെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നവരെ സംബന്ധിച്ചും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഹൈജീനിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് ആചാരപരമായി ഇപ്പോൾ ഒരു തന്ത്രവിദ്യയിലും അത് പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് തിരുത്താം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് അടയാളപ്പെടുത്തിയിരുന്നത് ഈ ചക്രങ്ങളെയല്ല, പകരം അതൊരു സാമൂഹിക വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കാനുള്ള ആശയമായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റുക, കൂടുതൽ വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. വ്യക്തിപരമായി പറഞ്ഞാൽ ഈ പല ക്ഷേത്രങ്ങളിലും ഈ വസ്ത്രം ഉടുപ്പും ബനിയനും മാറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെ പോകാതിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരാളാണ് ഞാനും. അങ്ങനെ പോകാതിരിക്കുന്നത് കാര്യം അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളവിടെ വസ്ത്രവും ഇതൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾ പോയി നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ അന്തസ്സ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. ദൈവത്തിന് മുന്നിൽ നമ്മളെല്ലാവരും തുല്യരാണല്ലോ. അങ്ങനെ ഒരു ആശയമാണല്ലോ അംബേദ്കർ അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സനാതനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ദുരാചാരമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. വലിയ ചർച്ചകൾ ആവശ്യമാണ്. അത് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നല്ല കാര്യം. പക്ഷേ അതിൽ തന്ത്രിമാരെ കൂടെ ചർച്ചയിൽ കാര്യം ഭക്തരുടെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ നിങ്ങൾ 10 പേരോട് ചോദിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾ പുരുഷന്മാർ ഷർട്ടിട്ട് കയറുന്നതാണോ ഷർട്ടിടാതെ കയറുന്നതാണോ നല്ലത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പറയും ഉറപ്പായിട്ടും ഷർട്ടിട്ട് കയറുന്നതാണ് നല്ലത് എന്ന് സ്ത്രീകളടക്കമുള്ളവർ പറയും, പുരുഷന്മാർ തന്നെ പറയും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തരും പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് സ്ത്രീകൾ ശരീരം മറച്ചു വരികയും പുരുഷൻ ശരീരം മറയ്ക്കാതെ പോവുകയും ചെയ്തതുകൊണ്ട് 2 പ്രത്യേക ഊർജ്ജം 2 പ്രത്യേക തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ബാധിക്കും എന്നൊക്കെ പറയുന്നത് അത്യന്തം പരിഹാസപരമായിട്ടാണ് നമുക്ക് തോന്നുക. എല്ലായിടങ്ങളിലും അങ്ങനെയാണെങ്കിൽ, അതായത് ഈ നിസ്കാരത്തിനായാലും ഒക്കെ പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി, അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടത്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അല്ല, ഈ വിഷയം കൂടി ചർച്ച ചെയ്യാമല്ലോ. ആ വിഷയം ആരാ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞതാണ് താങ്കളോട്.
താങ്കളോട്. താങ്കൾ ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ആ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം കൂടി അറിയാൻ ഹിന്ദുമതത്തിൽ സ്വാമി സച്ചിദാനന്ദം പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞൊരു വിഷയമല്ലേ അല്ല, അത് എനിക്ക് മനസ്സിലായി. താങ്കൾ പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഹിന്ദുമതത്തിൽ മാത്രം ഒട്ടും പുരോഗമനമില്ലാത്ത ഹിന്ദുമതത്തിലല്ലേ ഏറ്റവും കൂടുതൽ പുരോഗമനം ഉണ്ടായത്? അത് താങ്കൾ പക്ഷേ പറഞ്ഞില്ലല്ലോ. താങ്കൾ പറഞ്ഞു വന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? ഇതൊക്കെ മാറ്റിമറിക്കേണ്ടതാണ്. അവകാശം ഏറ്റെടുക്കുക. ഞാനൊരു ഹിന്ദു അല്ലേ ആ അർത്ഥത്തിൽ? ഹിന്ദു ആണെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കുന്ന, താങ്കൾ പറഞ്ഞല്ലോ കൊണ്ട് അമ്പലത്തിൽ പോകാറില്ല എന്ന്. താങ്കൾ അവസാനം ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ ഏറ്റവും കൂടുതൽ പോയത് അമ്മയുടെ കൂടെ നിർബന്ധപൂർവ്വം പോയതാണ്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? താങ്കൾ പറഞ്ഞത് എനിക്കറിയാം. ഞാൻ സത്യസന്ധമായ വ്യക്തിപരമായി നിർബന്ധപൂർവ്വം എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള എല്ലായിടങ്ങളിലും പുരോഗമനം. ക്ഷേത്രങ്ങളിൽ ശബരിമലയിൽ പോകുന്ന സമയത്ത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ ദർശനത്തിന് പോകുന്ന സമയത്ത് ട്രൗസർ ഇട്ട് വരുന്ന അയ്യപ്പന്മാരെ കണ്ടൂടെ? അവിടെ എന്താ പ്രശ്നം? അവിടെ ഈ ചക്രം പ്രവർത്തിക്കുന്നില്ലേ? അവിടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്ന കറുപ്പ് വസ്ത്രവും ഇഷ്ടമുള്ള വസ്ത്രവും, കറുപ്പ് വസ്ത്രമാണ് കൂടുതൽ ധരിക്കുന്നതെങ്കിൽ ഏത് വസ്ത്രവും ധരിച്ച് അവിടെ വരാം. പോലീസുകാരെ നിൽക്കുന്നത് മറ്റൊരു വേഷത്തിലാണ്. അതൊക്കെ സ്വാഭാവികമായും അതൊക്കെ ഓരോ വിശ്വാസികളുടെ ചോയ്സായി മാറേണ്ടതാണ്. പക്ഷേ പ്രശ്നം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇല്ലാതാവുന്നത്. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം. നോക്കൂ, ഹിന്ദുമതത്തിലെ ഒരു അനാചാരത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. മുത്തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നത്? ഇവിടെ അനാചാരങ്ങൾ എവിടെയാണെങ്കിലും അത് അവസാനിപ്പിക്കപ്പെടണം. എന്താണ് നമ്മളിപ്പോൾ പുരോഗമനം എന്ന് വിഷയം എന്താ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വിഷയമാണ്. ഇനി മുത്തലാഖ് വരുമ്പോഴും നമ്മൾ എന്താണ് വഖഫിന്റെ വിഷയം വരുമ്പോഴും നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുക. നിങ്ങൾ അങ്ങനെയാണ് മറ്റൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുക. അത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യരുതെന്നുള്ളൊരു ശാഠ്യമല്ലേ? ഇന്നലെ സനാതനധർമ്മത്തിന്റെ ചർച്ച നടക്കുന്ന സമയത്ത് വി മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം, ഖുറാനുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് എന്തെങ്കിലും വിമർശനങ്ങൾ പറയാൻ ധൈര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിനകത്ത് നടന്നിരുന്ന ഒരു ദുരാചാരത്തെ പറ്റി അതിശക്തമായി പ്രതികരിച്ച പിണറായി വിജയനാണ്. ബോഡി വേസ്റ്റ് എന്നുള്ള പ്രയോഗം നടത്താൻ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ധൈര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം സ്മൃതി, നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ വിഷയത്തിലെ ഒരു അനാചാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ചോദിക്കുന്നു. അല്ല, അനാചാരം എന്ന് പറയുന്നത് എവിടെയാണ് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മതത്തിൽ ആ അനാചാരം ഒന്ന് ചൂണ്ടിക്കാണിക്കും. വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അനാചാരം എന്ന് പറയുന്നത് താങ്കൾ ഇപ്പോൾ പറയുന്നത് ഈ തരത്തിൽ ഷർട്ടിടാതെ പോയാൽ ഷർട്ടിട്ട് പോയുള്ള ദർശനമാണ് യഥാർത്ഥത്തിൽ നല്ലത്. വിശേഷിപ്പിക്കരുതേ, താങ്കൾ ഭക്തനെന്ന് വിശേഷിപ്പിക്കുക. താങ്കളുടെ ഭക്തിയുടെ അളവുകോൽ എന്താണെന്ന് എനിക്കറിയാം. താങ്കൾ ഞാൻ അളക്കാനൊന്നും ലോകത്തുള്ള ആൾക്കാരുടെ മുഴുവൻ ഭക്തി മീറ്റർ ഇല്ലില്ല. ആ മീറ്റർ കൊണ്ട് നടക്കുന്ന പാർട്ടി ഒരിക്കലും താങ്കൾ അനാവശ്യ കാര്യങ്ങൾ എന്റെ വായിലേക്ക് ഒന്ന് നോക്കട്ടെ. താല്പര്യമില്ല. നിങ്ങളാണ് പറഞ്ഞത് എന്റെ ഭക്തി നിർബന്ധപൂർവ്വമാണ്, എന്റെ ഭക്തി ഇതാണ്. പുരോഗമനപരമാണ്. ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, പുരോഗമനപരമാണ് എന്നുള്ള ഞാൻ നിലപാട് എടുത്തപ്പോൾ തന്നെ അതെങ്ങനെയാണ് പുരോഗമനപരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് എന്റെ അഭിപ്രായം മറ്റൊന്നാക്കി സ്ഥാപിക്കാൻ ആദ്യം ശ്രമിച്ചത് താങ്കളല്ലേ? ഞാൻ പറഞ്ഞത് വസ്തുതാപരമായിട്ടല്ലേ? ഞാൻ വസ്തുതാപരമായി എല്ലാ മതങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ കഴിയണം. അതാണ് പുരോഗമനം. എല്ലാ മതങ്ങളെ കുറിച്ചും എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം. എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം. എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം. സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് നമ്മൾ സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് മാത്രമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ സ്വാമി സച്ചിദാനന്ദന്റെ വാചകങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണല്ലോ പറയേണ്ടത്. പക്ഷേ സനാതന ധർമ്മത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിലേക്ക് മാഡം പോയി. അപ്പോഴൊന്നും ഈ ഇടപെടൽ കണ്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തും പറയാം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം അതാണ് താങ്കൾ നടത്തുന്നത്. അതിനോട് സുജയ, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വാമി സച്ചിദാനന്ദൻ പറയും. ഞാൻ ഈ ഒരു വാചകം പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കാൻ എന്താണ്? പൊട്ടിത്തെറിക്കുന്നതല്ല, നിങ്ങൾ പറഞ്ഞ അസംബന്ധമാണ്. എന്റെ ഭക്തി നിങ്ങൾക്ക് അളക്കാനുള്ള ഒരു അവകാശം വിവേകാനന്ദന്റെ ഭക്തി ആയിരിക്കില്ല ഈ കേരള നാട്ടിൽ അന്ന് ജീവിച്ച ഒരു ഭ്രാന്തനായ ഒരു ഫനാറ്റിക്കിനുള്ളത്. ഒരു ഭ്രാന്തനായ മതമൗലികവാദിക്കുള്ള ആശയമായിരിക്കില്ല ഒരു ഭക്തനായിട്ടുള്ള ഒരു ശബരിമലയിൽ അയ്യപ്പൻ ഉണ്ടാവുക. അതായിരിക്കില്ല ഗുരുവിനുണ്ടാവുക. അതാണ് ആ വന്ദനം എന്ന് പറയുന്നത് അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ ആ ദൈവവും ഇറങ്ങിപ്പോകും, ആ മനസ്സിൽ നിന്ന് ഭക്തി ഇറങ്ങിപ്പോകും. അതാണ് അപരമനുഷ്യനെ. നിങ്ങൾ ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പുറത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയലാണ്, അവനെ കുറിച്ച് ദ്രോഹിക്കൂ എന്ന് പറയലല്ല. അതാണ് ഭക്തി, അതാണ് വിശ്വാസം. അത് തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ആ ശ്രീനാരായണ ഗുരുവിനെയാണ് സനാതനധർമ്മത്തിലേക്ക് വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. അതിനെയാണ് കേരളത്തിലെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതാണ് വിഷയം. അത് ചർച്ച ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാ നിങ്ങൾ ഭക്തിയുമായിട്ട് പരിപാടിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളായതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് മാത്രമല്ല, അത് ഇന്റർകണക്റ്റഡ് ആണ്. അതുകൊണ്ടാണല്ലോ സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത്, ഇത് ഒരു ബ്രാഹ്മണ്യത്തിന്റെ അടയാളത്തെ നിങ്ങൾക്ക് പുറത്ത് കാണിക്കാതിരിക്കാനുള്ള
അല്ലെങ്കിൽ പുറത്ത് കാണിക്കാനുള്ളൊരു ശ്രമം എന്ന നിലയിലാണ് അങ്ങനെ ഒരു അനാചാരം വരുന്നത്. ആ അനാചാരം മാറേണ്ടതല്ലേ എന്ന് സ്വാമി സച്ചിദാനന്ദനെ പോലുള്ളൊരു വലിയ ഒരു സന്യാസി പറയുമ്പോൾ ആ സന്യാസി നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റുക? ഞാൻ ആ സന്യാസിയെ നിഷേധിക്കില്ല. ഈ കേരളത്തിലെ ശ്രീനാരായണ ധർമ്മ പ്രസ്ഥാനത്തെ ഞാൻ ഒരു കാരണവശാലും താങ്കൾ എന്തൊക്കെയാണ് പറയുന്നത്? ബാക്കി എല്ലാവരും നിഷേധിച്ചു. താങ്കൾ സ്ഥാപിക്കാനായിട്ടുള്ള പറ്റിക്കാൻ കഴിയും പ്രേക്ഷകർ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് ഈ ചർച്ചയിൽ ആദ്യം സംസാരിച്ചത് ഞാനാണ്. അതിനുശേഷം മാഡവും സംസാരിച്ചതിന് ശേഷമാണ് താങ്കൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് വന്നത്. 100% ഞാൻ പിന്തുണ കൊടുക്കുന്നു. എന്റെ ശതമാനം കണക്ക് അളക്കേണ്ടത് ഡോക്ടർ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഭക്തിയുടെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ. സ്മൃതിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ. താങ്കൾക്ക് വിയോജിക്കാം, താങ്കൾക്ക് പിന്തുണ പിൻവലിക്കാം, അതൊക്കെ താങ്കളുടെ അഭിപ്രായം. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ പറഞ്ഞതിനെ മറ്റു സമുദായവുമായിട്ട് ഈ ഘട്ടത്തിൽ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. തീർച്ചയായും ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? എല്ലാ സമുദായത്തിലും വരണം. പക്ഷേ സമുദായത്തിൽ എവിടെ ഉള്ളത് പറയും. മറ്റേത് വിഷയത്തിലാണ് നിങ്ങൾ ക്ലബ് ചെയ്യുന്ന പറയും. എല്ലായിടത്തും പുരോഗമനം വരണമെന്ന് പറയൂ. ഏതു മതത്തിലാണ് മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത്? നമുക്ക് ചർച്ച ചെയ്യാം. പറയൂ, ഏത് മതത്തിലാണ്? ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത്, അതോ താങ്കൾ കറുത്ത പാന്റും കറുത്ത ഷർട്ടും ഇട്ടാണോ പോകുന്നത്? മനസ്സിലായില്ല. ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചു തന്നെയല്ലേ പോകുന്നത്? ഇന്ത്യയിലെ കാര്യമാണോ സൗദിയിലെ കാര്യമാണോ? വിശ്വാസത്തിന്റെ കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത്. കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരും എങ്ങനെയാണ്? അതിന് ഓരോന്നിനും നിഷ്കർഷയുണ്ട്. ആ നിഷ്കർഷ അനുസരിച്ചാണ് മതേതര സമൂഹമായ ഇന്ത്യയിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. മലയാളിയായ ഒരു മതപരമായ സൗദി പോലെ ഒരു റിലീജിയസ് ആയ ഒരു രാജ്യത്തിലെ ഒരു ആചാരത്തെ കുറിച്ച് കേരളത്തിൽ ഇരുന്ന് ഞാൻ ഹജ്ജിലെ ഡ്രസ്സ് മാറണമെന്ന് പറയുന്നത് എന്താ സംബന്ധമാണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സന്യാസി സച്ചിദാനന്ദ പ്രതികരിച്ച ഒരു കാര്യമാണ്. സന്യാസി സമൂഹത്തിനകത്ത്, സന്യാസി കൂട്ടായ്മയ്ക്കകത്ത് ഈ ചർച്ച നടക്കുകയും ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്ത വിഷയമാണ്. അതിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തിയ ശേഷമാണ് നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നത്. അത് എന്താ പറയുക, ഹിന്ദു സമൂഹത്തിന് പുറത്തുനിന്ന് വന്ന ചർച്ചയല്ല, അതിനകത്ത് വന്ന ചർച്ചയാണ്. അതിൽ പുരോഗമനപരമാണോ, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് സന്യാസിമാർ തന്നെ പറയുകയാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ല, ഒരു ഡോക്യുമെൻറ്റും അതിനെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തിയോ തന്ത്രവിധിയുമായി ബന്ധപ്പെടുത്തിയോ പറയാനില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാ മഹാതന്ത്രിമാരും ഈ വിഷയത്തിൽ ഒരു അനുകൂല നിലപാട്. പക്ഷേ ഗുരുദേവനെയാണ് പറയുന്നതെങ്കിൽ ഗുരുദേവൻ ഒരിക്കലും ഷർട്ട് ധരിച്ചിട്ടില്ല എന്നുള്ളത് താങ്കൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഗുരുദേവൻ അവിടുത്തെ സന്യാസിവര്യന്മാരിൽ മേൽമുണ്ട് ധരിക്കുന്നവരുമുണ്ട്, അതുപോലെ ഷർട്ട് ഇടുന്നവരുണ്ട്, അതായത് അവരുടെ പ്രത്യേക തരത്തിലുള്ള കുർത്ത ഇടുന്നവരുമുണ്ട്. താങ്കൾ ശിവഗിരിയിൽ പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അതറിയാം. അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്, ഓരോരുത്തരും സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ സ്മൃതി മാഡം ഇന്ന് ഈ വിഷയത്തിൽ അവർ പറഞ്ഞ ആ കാര്യത്തിൽ മേൽവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയല്ല ഡോക്ടർ അരുൺ, താങ്കൾ ചിലയിടങ്ങളിൽ മാത്രമുള്ളതിനെ പൊതുവെ എല്ലായിടങ്ങളിലും ഇങ്ങനെയാണെന്ന് ശരിയല്ല. ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും എന്നല്ല പറഞ്ഞത്, ചില ക്ഷേത്രങ്ങൾ. ആ ചില ക്ഷേത്രങ്ങളിൽ മാറണ്ടേ? അതാണ് ചോദ്യം. ചില ക്ഷേത്രങ്ങളിൽ മാറണോ എന്നുള്ളത് അവിടെ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു? കാരണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചിട്ടവട്ടമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. താങ്കൾ രണ്ടിടത്തും പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. അപ്പോൾ ചിട്ടവട്ടങ്ങൾ തീരുമാനിക്കുന്നത് പറയേണ്ടത്. ഇക്കാര്യത്തിൽ ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ച ഇടങ്ങളിൽ ആദ്യം ഇത് എന്നാണ് പറയുന്നത്. ക്ഷേത്രമല്ല ശ്രീനാരായണ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളാണ് ഉദ്ദേശിച്ചത്. 40ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമുണ്ട്, ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമുണ്ട്. അവിടെ ഒന്നും തന്നെ പുരുഷ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ വസ്ത്രം ഞാൻ പറഞ്ഞു പറയല്ലേ, പുരുഷ ഭക്തന്മാർ ഈ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ അതൊന്നും മാറ്റണമെന്ന നിർദ്ദേശമില്ല. അതാണെന്ന് സ്വാമി പറഞ്ഞത്. അതാണ് ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ, അതാണ് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞത്. ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ നേരത്തെ തന്നെ ഈ തീരുമാനമെടുത്തിരുന്നു. നോക്കൂ, ഈ സമൂഹത്തിലെ ഉയർന്ന ചിന്താഗതിയുള്ള മനുഷ്യർ ചിന്തിക്കുന്ന ആ ചിന്താവഴിയിലേക്ക് കേരളം പോകണം, അത് ചർച്ച ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചുരിദാർ ഇടരുത് എന്നുള്ളത് ആദ്യം ഭയങ്കരമായി നിഷ്കർഷിച്ചു. ഇപ്പൊ അത് ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളും മാറ്റിയിരിക്കുന്നു. അപ്പോൾ സൗകര്യവും വസ്ത്രം ധരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ കണക്കാക്കിയിട്ടാണ് അത് പറയുന്നത്. ചുരിദാർ ധരിച്ചു വരാമെന്ന്. ഇപ്പൊ എല്ലാവർക്കും സാരി കൊടുത്ത്
പോകാൻ പറ്റില്ല, അതെ. എല്ലാവർക്കും പാവാടയും ബ്ലൗസും ഇട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ കാലം മാറുന്നു, കാലത്തിനനുസരിച്ചുള്ള ചർച്ചയായിട്ടാണ് വരുന്നത്. വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്താ, അതൊക്കെ കത്തിപ്പോകുന്നതല്ലേ, കത്തിപ്പോവാത്തതല്ലേ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഭക്തിയുമെല്ലാം. അത് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കി വ്യത്യസ്ത മതവിഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ ചർച്ച ചെയ്യുന്നത് തന്നെ അത്യന്തം റിഗ്രസീവാണ് എന്നതാണ് എൻ്റെ നിലപാട്. അപ്പോൾ ചർച്ച പുരോഗമനപരമോ എന്ന ചോദ്യത്തിന് മൂന്നുപേരുടെയും നമ്മളൊരു പുരോഗമനപരമായിട്ട് ഇത് അവസാനിപ്പിക്കണം. പുരോഗമനപരമായി തന്നെ അവസാനിക്കുകയാണ് അല്ലേ. അപ്പം മൂന്നുപേരും അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നത് യെസ് എന്നാണ്. യെസ് എന്ന് 3. Meet the editors.